ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു MRI കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാൽ തുടങ്ങിയ ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ വലിയൊരു അൺസർട്ടനിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ച് പലരും മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിനെല്ലാം പുറമെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ AFFൻ്റെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ ഒരു കാര്യം വ്യക്തമാക്കി ആരാധകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ISL നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ അഷ്വറൻസും തങ്ങൾ ചെയ്യുമെന്നൊരു കാര്യം അദ്ദേഹം ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം ഒരുപാട് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ISL ഇനി നടന്നു കഴിഞ്ഞാൽ തന്നെ എന്ന് നടക്കും, എപ്പോൾ നടക്കും എന്നതിനൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി ISL തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിലവിലെ MRI കോൺട്രാക്റ്റ് ഡിസംബർ 8 വരെ, അതായത് 2025 ഡിസംബർ 8 വരെ വാലിഡാണ്. സോ അതിനാൽ തന്നെ അതിനുശേഷവും ഈ ഒരു കോൺട്രാക്റ്റ് വേണം. അതായത് സാധാരണയായി ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ സീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ISL സീസൺ എന്ന് പറയുന്നത് ഡിസംബറിന് മുമ്പൊക്കെ തന്നെ എന്താ പറയുക, ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഫുട്ബോൾ സീസൺ, അതായത് ISL ആരംഭിക്കുന്നതാണ്. സോ ഇതുവരെയായിട്ടും ISL സീസണിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് തന്നെ ആ ഒരു MRI കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി ഇന്ത്യയിൽ അല്ലെങ്കിൽ ISL നടന്നു കഴിഞ്ഞാൽ തന്നെ എന്ന് നടക്കാനാണ് സാധ്യത എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. സോ ഒന്നെങ്കിൽ ഈ ISL സീസൺ 12ാം സീസൺ നടക്കുവാനായിട്ട് തീരെ സാധ്യതയില്ല, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് താമസിച്ചായിരിക്കും ISL സീസൺ നടക്കുക. ഈ ഒരു കാര്യം കല്യാൺ ചൗബെ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഫിഫയുടെ കലണ്ടർ ആണെങ്കിലും ഇൻ്റർനാഷണൽ കലണ്ടർ, ഫുട്ബോൾ കലണ്ടർ ആണെങ്കിലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ISL സീസൺ നടത്തുവാൻ വേണ്ടി. സോ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ് ISL എന്ന് നടക്കുമെന്നുള്ളത്. സോ കാത്തിരിക്കാം ISLൻ്റെ ഭാവി എന്താവുമെന്നുള്ളത്.